ദയവ് ചെയ്ത് എന്നെ ഈ ഉപദ്രവിക്കരുത്. അതെങ്ങനെ ശരിയാവുന്നേ? ഈ ഇടിക്കുന്നതിന് വേണ്ട ഒരു നീതിയും ഞാനൊക്കെ. പയൽമാനെ എന്തിനാണ് രാവണ മോനാണ് തള്ളത്? ഇയാള് കാണിച്ച തമ്മാടത്തിന് എന്താണെന്നറിയോ? പയൽമാനെ എന്നെ നാണം കെടുത്തി. താൻ തന്നെ പറ. അരുത്, ഉപദ്രവിക്കരുത്. എന്താ രാവുണ്ണി ഇത്? അയ്യോ അച്ചുമാഷ്, എന്താ പയൽമാനെ, എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ അമ്മയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ അരുത്, സുഖമില്ലാത്ത ആളാ. അല്ല മുതലാളി ആരുടെ കുളിയാ കണ്ടേ? പറ പയൽമാനെ. നീലകണ്ഠന്റെ ഭാര്യ സാവിത്രിനെ അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇതിന്റെ പൂഞ്ഞക്കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ ചൂട്. ഈ കണ്ട തല്ല് മുഴുവൻ കൊള്ളുമ്പോഴും നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നോ മാഷേ? മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ല എന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സരോജിനിയമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസൽ ഇടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? കൊള്ളാം. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷേ. എങ്കിൽ കുറച്ചു നേരം സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ഊരും പെട്ടോളാം ഇങ്ങനെ തല്ലിച്ചത്. മഹാപാവം പറയരുത് സരോജിനി, ആ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടോ മാഷേ, ഇങ്ങനെയൊക്കെ ഇപ്പഴും കൂറ അവളോടാ. അതെ, അവളോടാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ലേ തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്ന എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല. ഗോഡ്സയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ? അതാണ് യഥാർത്ഥ ബലി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഇന്ത്യ അരഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഷേ, ഇത് കൈവശമാണെന്ന്. ആ പൂതിന് അരിഞ്ഞാണത്തിലാ കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരേ കിടക്കുന്ന അരഞ്ഞാണവും പാമ്പായിട്ട് കൊത്തുവന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ദേ, അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണമൊക്കെ മടക്കി കൊടുക്കൂ. കൊടുക്കില്ല, കൊടുക്കില്ല, കൊടുക്കില്ല. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നീ എന്താ ചെയ്യാ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെയാവില്ലെന്ന്. രാവുണ്ണി, ആ അരഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ. ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരഞ്ഞാണ് ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ, ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല. ഇറങ്ങി വാടാ പയൽമാനെ. നീലാണ്ടനെ വിളിക്കണം, നീലാണ്ടൻ. ഇറങ്ങി വാടാ. എടാ, രാവുണ്ണി മുതലാളിന്റെ ഉപ്പും ചോറും നിന്ന് കൂറ് മറക്കാത്ത മനുഷ്യന്മാര് നാട്ടിലുണ്ട്. നീലാണ്ടിന് ഇപ്പൊ എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്നോ? നീ ഇന്ന് കൈവച്ചത് ആരുടെ ദേഹത്താണെന്ന് അറിയോ? എന്റെ മുതലാളിയുടെ. പൊന്നു പോലത്തെ മനസ്സുള്ള ആ മനുഷ്യൻ നിന്നോട് എന്ത് അറിയാടാ കാട്ടിയത്? നീലാണ്ട, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. അറിയാടാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മൂക്കറ്റം കടം കയറി മുടിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അന്തിക്ക് കുടി കയറി ചെല്ലുമ്പോ എനിക്കവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ നീ അത് തകർത്തു, എന്റെ ജീവിതം തകർത്തു. നിന്നെയും എന്റെ സാവിത്രിയും ചേർത്ത് നാട്ടുകാർ എന്തെല്ലാം കഥകളാണ് പറയണെന്ന് അറിയാവോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. പുസ്തകം വേണ്ട, ഒരു മസാലത്തും വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന കാശും വേണ്ട. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, നീ എന്റെ കുടുംബം തകർക്കരുത്. നീലാണ്ട, നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി വന്ന ഒന്നല്ല ഞാൻ. അത് സ്വരു കൂട്ടാൻ, എന്നാലാവുന്ന സഹായിക്കാൻ വേണ്ടിയാ വന്നത് ഞാൻ. നീ എന്റെ ആരാ? തന്തയോ അതോ കൂടെ കുഴപ്പോ? ഇന്ന് നീ എന്റെ മുതലാളിയെ തല്ലി, നാളെ എന്റെ സാവിത്രിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ കൊല്ലില്ലെന്ന് ആർക്കറിയാവോ? ഭാര്യയുടെ കെട്ടുതാലി മുതൽ മറ്റൊരുത്തിന് മുമ്പിൽ കാട്ടരുതാത്ത അവളുടെ പൊന്നരഞ്ഞാണം വരെ പണയം വെച്ച നീ ഒരു ആണോടാ? നീ എങ്ങനെ അറിഞ്ഞു എന്റെ സാവിത്രിക്ക് പൊന്നരഞ്ഞാണുണ്ടെന്ന്? നിന്നേക്കാൾ മുമ്പ് സാവിത്രിയെ കണ്ടവനാ ഞാൻ. ഞരമ്പിലെ ചോര തിളയ്ക്കുന്ന പ്രായത്തിനും എത്രയോ മുമ്പ്, ആണാ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സാവിത്രിയെ മോഹിച്ചവനാ ഞാൻ.
സാവിത്രിയുടെ മുഖമായിരുന്നു ഒരുപാട് കാലം എന്റെ മനസ്സിൽ. സ്കൂൾ വളപ്പിലും അമ്പലമുറ്റത്തേക്ക് ഞാൻ അവളെ പിന്നാലെ നടന്നു. പക്ഷേ സാവിത്രിയുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു ആനക്കാരനുമായി അവളുടെ കല്യാണം തീരുമാനിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ നാടുവിട്ടതാ. നീ വിഷമിക്കണ്ട, സാവിത്രി ഇന്ന് എന്റെ ഒരു പെങ്ങളെ പോലെയാ. രാവണ്ണി മുതലാളിയെ ഞാൻ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചില്ലേ? ഈ പെങ്ങള് കുളിക്കുന്നവർക്ക് ഒരുത്തൻ ഒളിഞ്ഞു വയ്ക്കുക, ഒരാങ്ങൾ എന്താ ചെയ്യാ? അതേ ഞാൻ ചെയ്തോളൂ. സത്യം ഞാൻ പറയുന്നത്.